അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് പേഴ്സണാലിറ്റി ഇൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ. പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് പേഴ്സണാലിറ്റി, അതിൻ്റെ മീനിങ് ആണ് പറയുന്നത്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നതെങ്കിൽ ഓരോ വ്യക്തിയുടെയും യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അവരുടെ മാത്രമായിട്ടുള്ള ചില സ്വഭാവ ഗുണങ്ങളുടെ അതിനെ പറ്റിയാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അത് ഇൻക്ലൂഡ് ചെയ്യുന്ന തിങ്കിങ്, അവരുടെ ഫീലിംഗ്, ബിഹേവിയർ, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അവരുടെ പേഴ്സണാലിറ്റി കണക്കാക്കുക. ഓരോ ആൾക്കാർക്കും വ്യത്യസ്ത പേഴ്സണാലിറ്റി ആയിരിക്കും. ഇൻഡിവിജ്വലി അത് ഡിഫറൻസ് വരാൻ സാധിക്കും. അപ്പോൾ പേഴ്സണാലിറ്റി സം ടോട്ടൽ ഓഫ് വേസ് ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ റിയാക്ട്സ് ആൻഡ് ഇൻട്രാക്ട്സ് വിത്ത് അതർ. മറ്റുള്ളവരോട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു അവർ, അല്ലെങ്കിൽ ഓരോ വ്യക്തിത്വങ്ങൾ വേറെയുള്ള ആൾക്കാരോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് നാച്ചർ ഓഫ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയുടെ നാച്ചറുകളാണ്. അതിലൊന്നാമത്തത് അത് യുണീക്കായിരിക്കും. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത പേഴ്സണാലിറ്റി ആയിരിക്കും. ഒരാളുടെ പേഴ്സണാലിറ്റി ആയിരിക്കില്ല മറ്റൊരാളുടെ പേഴ്സണാലിറ്റി. അത് രണ്ടാളുണ്ടെങ്കിൽ രണ്ടാളുടെ പേഴ്സണാലിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ റിലേറ്റീവ്ലി സ്റ്റാബിൾ, ഡസ് നോട്ട് ചേഞ്ച് ക്വിക്ക്ലി. അപ്പോൾ ഈ പേഴ്സണാലിറ്റി അങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. അത് ഒരാളുടെ പേഴ്സണാലിറ്റി എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ പിന്നെ ഡൈനാമിക് ആയിരിക്കും. അതിങ്ങനെ സമയത്ത് മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ഓർഗനൈസ്ഡ് ആയിരിക്കും. ട്രൈറ്റ്സ് ആർ സ്ട്രക്ചേർഡ് ആൻഡ് കൺസിസ്റ്റൻറ്റ് സ്ട്രക്ചേർഡ് ആയിരിക്കും. ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ബിഹേവിയർ, അഫക്റ്റ് വർക്ക് ആൻഡ് റിലേഷൻഷിപ്പ്. ഇത് ബിഹേവിയർ നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കാനും അത് നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, പിന്നെ നമ്മുടെ വർക്കിനൊക്കെ ഇത് ബാധിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. പിന്നെ അടുത്ത ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി. എങ്ങനെയൊക്കെയാണ് പേഴ്സണാലിറ്റി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്. അതിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന് ഹെറിഡിറ്ററിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ താവഴിയായിട്ട് നമ്മുടെ വാപ്പ വല്യപ്പ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ പാരൻസിൽ നിന്നൊക്കെ കിട്ടണ ഇതായിരിക്കും. അതിൽ ഫിസിക്കൽ സ്ട്രക്ചർ, ഇൻ്റലിജൻസ്, ടെമ്പറമെൻറ്റ്, അപ്പോൾ നമുക്ക് ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിവൈഭവം, ഇതൊക്കെ ഹെറിഡിറ്ററിയിൽ വരാൻ സാധിക്കും. പിന്നെ എൻവയോൺമെൻറ്റ്, നമ്മൾ ജീവിക്കുന്ന എൻവയോൺമെൻറ്റ്, ലൈക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കൾച്ചർ, സോഷ്യൽ വാല്യൂസ്, പിന്നെ എഡ്യൂക്കേഷൻ, ലൈഫ് എക്സ്പീരിയൻസസ്, നമ്മളുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസൊക്കെ ഇതിനെ ബാധിക്കും അല്ലെങ്കിൽ ഇതിനെ സ്വാധീനിക്കും. മൂന്നാമത്തെ സിറ്റുവേഷനാണ്. നമ്മൾ ഓരോ സർക്കംസ്റ്റൻസിൽ നിൽക്കുമ്പോൾ ആ സിറ്റുവേഷൻ നമ്മളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യും. അപ്പം ഒരാളെന്നെ ചിലപ്പോൾ ഡിഫറെൻറ്റ് ഒരേ പോലത്തെ സിറ്റുവേഷനുകൾക്ക് രണ്ട് ടൈപ്പായിട്ട് പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഓരോ സിറ്റുവേഷനനുസരിച്ച് മാറുന്നതാണ്. ഇനി അടുത്തത് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് റെലവൻറ്റ് ടു ഓർഗ്. എങ്ങനെയാണ് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ ഇത് റെലവൻ്റ് ആവുന്നത്. അതിലൊന്നാമത്തെ ലോക്കസ് ഓഫ് കൺട്രോൾ. ലോക്കസ് ഓഫ് കൺട്രോൾ പറഞ്ഞാൽ നമ്മളുടെ കൺട്രോള്, നമ്മുടെ പേഴ്സണാലിറ്റിയെ കൺട്രോൾ നമ്മളെ പ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ രണ്ട് തരത്തിലാണ് വരിക. ഒന്ന് ഇൻറ്റേർണലും എക്സ്റ്റേണലും. അപ്പോൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആൾക്കാർ ബിലീവ്സ് ഔട്ട്കംസ് ഡിപ്പെൻഡ്സ് ഓൺ അവർ ഓൺ എഫേർട്സ്. അപ്പോൾ അവരുടെ എഫേർട്ട് മൂലമാണ് മറ്റൊരു കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ നടക്കണമെന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു പരീക്ഷ ജയിച്ചാലും തോറ്റാലും അവരെയായിരിക്കും കുറ്റപ്പെടുത്തുക. എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാർ അത് വേറെ ആരെങ്കിലും അല്ലെങ്കിൽ ലക്കിനോ അല്ലെങ്കിൽ ഫെയ്റ്റിനെയോ ഒക്കെ പഴിചാരുക അല്ലെങ്കിൽ ഏൽപ്പിക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടറായിരിക്കും അവരത്. രണ്ടാമത്തേത് സെൽഫ് എസ്റ്റീം. ഡിഗ്രി ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് വർത്ത്. ഹൈ സെൽഫ് എസ്റ്റീം പേഴ്സൺസ് ഹാവ് ബെറ്റർ പെർഫോമൻസ് ആൻഡ് മോട്ടിവേഷൻ. അപ്പോൾ സെൽഫ് എസ്റ്റീം പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അവരുടെ സെൽഫിനെ കുറിച്ച് അവരെന്താണോ ചിന്തിക്കുന്നത്, അവരുടെ സെൽഫിനെ അവരെങ്ങനെയാണോ കാണുന്നതിനനുസരിച്ചാണ് രണ്ടാമത്തെ. പിന്നെ മൂന്നാമത്തത് അതോറിറ്റേറിയനിസം, ബിലീഫ് ഇൻ സ്ട്രിക്റ്റ് അതോറിറ്റി ആൻഡ് ഒബീഡിയൻസ്. അവർ മേലുള്ള ആളെ എന്താണോ അല്ലെങ്കിൽ ഒബീഡിയൻസിനാണ് അവർ കാര്യമായിട്ട് ചെയ്യുന്നത്. അവർ പ്രിഫർ കൺട്രോൾ അവർ ഹൈറാർക്കി. അവർക്ക് അവർക്ക് ഒരു കൺട്രോൾ, അവർക്ക് വേറൊരാൾ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം. പിന്നെ മാസ്കുലിനിസം ബിലീവ്സ് ദാറ്റ് എൻഡ്സ് ജസ്റ്റിഫൈ മീൻസ് മാനിപ്പുലേറ്റീവ് ബിഹേവിയർ ഫോർ പേഴ്സണൽ ഗെയിൻസ്. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സ്വഭാവ രീതിയായിരിക്കും അത്.
പിന്നെ പേഴ്സണാലിറ്റി ടൈപ്സ് ഒന്ന് പേഴ്സണാലിറ്റി ടൈപ്പ് എ പേഴ്സണാലിറ്റി അത് കോമ്പറ്റീറ്റീവ് ആയിരിക്കും, ടൈം കോൺഷ്യസ് ആയിരിക്കും, അഗ്രസീവ് ആയിരിക്കും, വർക്ക് ഓറിയൻറ്റഡ്, ഹൈലി സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ കൃത്യനിഷ്ഠമായിട്ട് ചെയ്യാൻ ചെയ്യുന്നൊരു ഇതായിരിക്കും, അല്ലെങ്കിൽ വർക്ക് കൃത്യമായി ചെയ്യണം അങ്ങനത്തെ ആയിരിക്കും അവർക്ക്. അപ്പോൾ അവർക്ക് സ്ട്രെസ് കൂടും. രണ്ടാമത്തെ റിലാക്സ്ഡ് ആയിരിക്കും, ഒരു പേഷ്യൻസ് നല്ല സമാധാനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അവർ വർക്ക് ലൈഫ് ബാലൻസ് ബെറ്ററായിട്ട് കീപ്പ് ചെയ്യും. പിന്നെ അവർക്ക് ലോ സ്ട്രെസ് ആയിരിക്കും. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണാലിറ്റി ഇൻ ഓർഗനൈസേഷൻ ബിഹേവിയർ. ഇത് OBയിൽ എങ്ങനെയാണ് ഇത് പേഴ്സണാലിറ്റി ടൈപ്സിന് സ്വാധീനിക്കുന്നത്? അതിൽ ഒന്നാമത്തെ പ്രെഡിക്റ്റിംഗ് എംപ്ലോയി ബിഹേവിയർ. ഒരു എംപ്ലോയിയുടെ ബിഹേവിയർ എന്ത് ചെയ്യാൻ സാധിക്കും? പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അയാളെവിടെ പ്ലേസ് ചെയ്യേണ്ടത് നമുക്കറിയാൻ സാധിക്കും. പിന്നെ അയാൾക്ക് ടീം വർക്ക് പറ്റുമോ, അല്ലെങ്കിൽ അയാൾക്ക് ഏത് തരത്തിലുള്ള പ്ലേസ്മെൻറ്റാണ് കൊടുക്കേണ്ടത്, അയാൾക്കുള്ള ലീഡർഷിപ്പ് നമുക്ക് എഫക്റ്റീവായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ റെഡ്യൂസിങ് കോൺഫ്ലിക്റ്റ്, അയാളത് കറക്റ്റായി പ്ലേസ് ചെയ്താൽ അയാളിൽ നിന്നുള്ള കോൺഫ്ലിക്റ്റുകൾ നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് പേഴ്സണാലിറ്റി എന്ന ഭാഗത്തിൽ നമുക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.